ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, അങ്ങനെ രാജിക്കത്ത് കൈമാറി, ഇനി രാജ്യസഭാംഗം. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, അതായത് ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു അതികായൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിതീഷ് കുമാറാണ് ഇന്നിപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ പുതിയ ചുവടുമാറ്റം എന്നുള്ളത് നമുക്ക് അറിയാം, രാജ്യസഭയിലേക്കാണ്. ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹം ഈ മാസം 10-നായിരുന്നു രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് രാവിലെ ബീഹാർ മുഖ്യമന്ത്രിയായുള്ള അവസാന മന്ത്രിസഭാ യോഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ആ യോഗത്തിൽ ഈ ബീഹാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പുതിയൊരു ബീഹാറിനെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിലൊക്കെ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഒപ്പം ഇനിയുള്ള പുതിയ സർക്കാരിന് എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകും എന്ന കാര്യവും അദ്ദേഹം ഈ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഏതാണ്ട് 3 മണിയോടുകൂടി അദ്ദേഹം പട്നയിലെ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് ആ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അതായത് ഈ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള കത്താണ് ഗവർണർക്ക് നൽകുകയും ഗവർണർ അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയുള്ള മണിക്കൂറും തിരക്കിട്ട ഒരു യോഗങ്ങൾക്കാണ് ഈ പാട്ന ഇനി സാക്ഷ്യം വഹിക്കുക. കാരണം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ ഒഴിഞ്ഞെങ്കിലും അടുത്തത് ആര്, ബീഹാറിനെ നയിക്കുവാൻ പോകുന്ന മുഖം ആര് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. BJPയുടെ ബീഹാർ ചരിത്രത്തിൽ തന്നെ ആദ്യ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ രാജിവെക്കുന്നതോടുകൂടി അവിടെ ഉദയമെടുക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചും ഏറെ നേട്ടങ്ങളുള്ള മണിക്കൂർ. അവിടെ തന്നെ ഇനി ആരായിരിക്കും, സാമ്രാട് ചൗധരിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരു സർപ്രൈസ് മുഖത്തെ BJP അവതരിപ്പിക്കൂ എന്നതും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വരെ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ദൂതനായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു നിതീഷ് കുമാർ. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ എല്ലാം നേരിൽ പോയി കാണുകയും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഇതിനൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഒടുവിൽ അദ്ദേഹം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നണി വിട്ട BJPയിലേക്ക്, അതായത് ബീഹാറിൽ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം, കൂറുമാറ്റം അദ്ദേഹം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് NDAയുടെ ഭാഗമായി അദ്ദേഹം വരുന്നതും. അതിനുശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDUയും BJPയും ഒരു വലിയ വിജയം ബീഹാറിൽ നേടിയെടുക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ, അത് ബീഹാറിന്റെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് ആ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അങ്ങനെ ബീഹാറിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് നിതീഷ് കുമാർ ഒരു ഇടവേളയെടുത്ത് ഇനി ഇപ്പോൾ രാജ്യസഭാ MP ആയിട്ട് മാറുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ ഒരു കാലമുണ്ടായിരുന്നു. ലാലുവിന്റെ പാളയത്തിൽ നിന്ന് പിന്നീട് BJP പാളയത്തിലെത്തുന്നു. നാടകീയമായ പല രംഗങ്ങളും നമ്മൾ കണ്ടതാണ്. ഇനി എന്തായിരിക്കും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. അത് എങ്ങനെയായിരിക്കും രാജ്യസഭയിലൂടെയൊക്കെ പുറത്തു വരിക എന്ന് നമുക്ക് കണ്ടറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.